നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞു. പ്രധാനമായിട്ട് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. നോൺ ഐഡിയൽ ആണെങ്കിൽ എന്തല്ല, റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് തരത്തിലുണ്ട്. നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷനും വരുന്നുണ്ട് ഇവിടെയും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ അസിയോട്രോപിക് മിക്സ്ചേഴ്സ്. എന്താണ് അസിയോട്രോപിക് മിക്സ്ചേഴ്സ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ലിക്വിഡുകൾ എടുത്തിരിക്കുകയാണ്. ആ രണ്ട് ലിക്വിഡും ഞാൻ മിക്സപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ലിക്വിഡ് എടുത്തിട്ടുണ്ട്, രണ്ട് ലിക്വിഡിനെ എന്ത് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് എപ്പോഴും ബോയിൽ ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മാത്രമേ ഈ മൊത്തത്തിൽ ഇത് വേപ്പറായി മാറും, അല്ലെങ്കിൽ ബോയിലാവും. ബോയിലാകുമ്പോഴുള്ള പ്രത്യേകത, ഇതിൻ്റെ കോമ്പോസിഷന് യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അതായത് സെപ്പറേറ്റ് ഔട്ട് ആയിട്ടല്ല ഇത് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ രണ്ട് സൊല്യൂഷൻ എടുത്തെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഒരു സൊല്യൂഷന് ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കാം, ഒരു സൊല്യൂഷന് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കാം. അപ്പോൾ നോർമലി നമ്മൾ രണ്ട് സൊല്യൂഷനിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, രണ്ട് ലിക്വിഡ് നമ്മൾ മിക്സ് ചെയ്യുമ്പം ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ആദ്യം ഇവാപ്പറേറ്റ് ചെയ്യും, ഹയർ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് പിന്നെ ഇവാപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഒരു അസിയോട്രോപിക് മിക്സ്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ, രണ്ടും ഒരേ സമയത്ത് ഒരു സൊല്യൂഷൻ ബോയിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ബോയിൽ ആവുന്നത് അല്ലെങ്കിൽ നിശ്ചിത ടെമ്പറേച്ചർ കാണും. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മാത്രമേ ഇവാപ്പറേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ബോയിൽ ചെയ്യൂ. പ്രധാനപ്പെട്ട പോയിന്റ്, അത് ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കോമ്പോസിഷന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെയുള്ള സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ചേഴ്സ് എന്നാണ് പറയേണ്ടത്, അസിയോട്രോപിക് മിക്സ്ചേഴ്സ്. നോർമലി നോൺ ഐഡിയൽ സൊല്യൂഷനിൽ രണ്ട് തരത്തിലുള്ള അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ഉണ്ട്. രണ്ട് തരത്തിൽ, പേരുകൾ ഇങ്ങനെയാണ്: മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്, രണ്ടാമത്തത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ആ വാക്കിൽ തന്നെയുണ്ട് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ആദ്യം ഞാൻ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് പറയാം. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് നമ്മുടെ മനസ്സിൽ എന്താണ്, മാക്സിമം ചൂടാക്കണം എന്ന് മനസ്സിൽ വരണം കേട്ടോ. അപ്പം മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഇതാണ്: നൈട്രിക് ആസിഡും 68% നൈട്രിക് ആസിഡും അതേപോലെ വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സ്ചർ എടുത്തിരിക്കുക. രണ്ടും ലിക്വിഡാണ്, 32% ഉണ്ട്. ഇത് നമുക്ക് ഓരോരുത്തരെയും ബോയിലിംഗ് പോയിന്റ് അറിയണം. നൈട്രിക് ആസിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് വന്നിട്ട് 83 ഡിഗ്രി സെൽഷ്യസും വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് വന്നിട്ട് 100 ഡിഗ്രി സെൽഷ്യസും. അതായത് ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെയാണ് മിക്സപ്പ് ചെയ്തിരിക്കുന്നത്? നൈട്രിക് ആസിഡിനെയും വാട്ടറിനെയും തമ്മിൽ മിക്സപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മിക്സ്ചറാണ്. ഇത് രണ്ടിനെയും ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു, പ്യുവർ സോൾവെന്റും സൊല്യൂട്ടും ടെമ്പറേച്ചർ പറഞ്ഞു. ഇതിൽ പ്യുവർ ആകുമ്പോൾ നൈട്രിക് ആസിഡ് 83 ഡിഗ്രി സെൽഷ്യസിൽ ഇവാപ്പറേറ്റ് ചെയ്യും, അതേപോലെ വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ ഇവാപ്പറേറ്റ് ചെയ്യും. എന്നാൽ ഇത് രണ്ടും മിക്സപ്പ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഇനി നിങ്ങൾ അതിനെ നല്ല ബോയിൽ ചെയ്താൽ ഇത് രണ്ടുപേരും ഈ പറയുന്ന 83 ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലോ ഇവാപ്പറേറ്റ് ചെയ്യൂല. ഇവർ രണ്ടുപേരെയും കാട്ടിയും കൂടുതലുള്ള ടെമ്പറേച്ചറിൽ മാത്രമേ ഇവാപ്പറേറ്റ് ചെയ്യൂ. അപ്പോൾ നോർമലി ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു മിക്സർ ബോയിൽ ചെയ്യുന്നത് ഏകദേശം 120 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ ഇവാപ്പറേറ്റ് ചെയ്യൂ. എത്ര ഡിഗ്രി സെൽഷ്യസ്? 120 ഡിഗ്രി സെൽഷ്യസ്. അതായത് കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും ഇതിന് ഇവാപ്പറേറ്റ് ചെയ്യാൻ. പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിന്റെ കോമ്പോസിഷൻ മാറുന്നില്ല. വാട്ടർ നൈട്രിക് ആസിഡ് ആയിട്ട് തന്നെ ഇവാപ്പറേറ്റ് ചെയ്യും. കോമ്പോസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി അവിടെ പറയേണ്ട വേറൊരു കാര്യം, ഇങ്ങനെ കാണിക്കുന്നത് പൊതുവെ ഏത് തരത്തിലുള്ള സൊല്യൂഷനുകളാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വസ്തുക്കളാണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന വസ്തുക്കളായിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ. കാരണം നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന വസ്തുക്കൾ എന്ന് പറയാൻ നമുക്കറിയാം, ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ അത് ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പം നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന വസ്തുക്കളാണ് കൂടുതലും കാണിക്കുന്നത്. ഏതാണ്? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അടുത്ത് നോക്കാം, എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? അതിന് എക്സാമ്പിളിലോട്ട് വരാം. എത്തനോളും വാട്ടറും തമ്മിൽ മിക്സപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എത്തനോള് ഞാൻ എടുത്തിരിക്കുന്നു 95.6% എത്തനോളും 4.4% വാട്ടറും എടുത്ത് മിക്സപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഓരോരുത്തരെയും ബോയിലിംഗ് പോയിന്റ് പറയാണ്. എത്തനോള് എനിക്ക് തോന്നുന്നു ഏകദേശം 78.37 ഡിഗ്രി സെൽഷ്യസ് കൺസിഡർ ചെയ്യാം.
വാട്ടർ നമുക്കറിയാം, ആൾറെഡി അറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നോർമലി മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എത്രയോളം വാട്ടർ കൂടെ മിക്സപ്പ് ചെയ്തു, മിക്സ്ചറായി ബോയിൽ ചെയ്യുകയാണ്. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവ രണ്ടിനും ടെമ്പറേച്ചറിൽ സാധാരണ 78 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇവ ഇവാപറേറ്റ് ചെയ്യണം അല്ലേ. 78.37 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇവ ഇവാപറേറ്റ് ചെയ്യാം. 100 ഡിഗ്രി ആകുമ്പോൾ ഇവാപറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ടെമ്പറേച്ചറിലല്ല ഇവർ ഇവാപറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവർ മിക്സപ്പ് ചെയ്യുമ്പോൾ അസിയോട്രോപിക് മിക്സ്ചർ ആണെങ്കിൽ ഇത് മിക്സപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഇത് ബോയിൽ ആവുന്നത് ഇവർ രണ്ടുപേരെയും ബോയിലിംഗ് പോയിന്റിനെയും കാട്ടി കുറഞ്ഞ ബോയിലിംഗ് പോയിന്റിലായിരിക്കും. അതായത് 78 ഡിഗ്രി സെൽഷ്യസിൽ ഇവരെ ചൂടാക്കുമ്പോൾ ഇവാപറേറ്റ് ചെയ്തു പോകും. ആരൊക്കെ ഇവാപറേറ്റ് ചെയ്തു പോകും? എത്തനോളും വാട്ടറും. ഇത് രണ്ടും മിക്സപ്പ് ചെയ്താണ് ഇവാപറേറ്റ് ചെയ്യുന്നത്. കോമ്പോസിഷന് യാതൊരു മാറ്റവും ഉണ്ടാവത്തില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരില്ല, കുറഞ്ഞ ടെമ്പറേച്ചർ. അതിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ആരാണോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഏറ്റവും കുറച്ച് ടെമ്പറേച്ചർ ആർക്കാണ് ഉള്ളത് അവനെയും കാട്ടി കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും ഇത് ബോയിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ അത് ഏത് ഡീവിയേഷൻ കാണിക്കുന്നവയാ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവയാ. ഓക്കെ. എന്നാൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് എന്ത് ഡീവിയേഷൻ കാണിക്കുന്നവരാ? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എല്ലാം എന്തിൽ വരുന്നതാണ്? മാക്സിമം ബോയിൽ ചെയ്യണം. അപ്പോൾ അവിടെയും പറഞ്ഞു രണ്ടുപേരുടെ ടെമ്പറേച്ചറിനെയും കാട്ടിയും ഹയർ ടെമ്പറേച്ചറുള്ള, ഇവിടെ പറയാം നൈട്രിക് ആസിഡ് വാട്ടർ എടുക്കുമ്പോൾ നമുക്കറിയാം വാട്ടറിനാണ് ഹയർ ടെമ്പറേച്ചർ. അതിനെയും കാട്ടിയും ഹയർ ടെമ്പറേച്ചറിൽ മാത്രമേ ഈ മിക്സ്ചർ എന്ത് ചെയ്യൂ? ഇവാപറേറ്റ് ചെയ്തു പോകൂ. അതിൻ്റെ കോമ്പോസിഷന് യാതൊരു മാറ്റവും ഇല്ല. ഇതാണ് അസിയോട്രോപിക് മിക്സ്ചേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് എന്താണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയണമെങ്കിൽ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം, നമ്മളൊരു സൊല്യൂഷൻ്റെ എടുക്കുമ്പോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ നാച്ചർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ സൊല്യൂഷൻ്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പകരം ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് ഒരു സൊല്യൂഷനിലുണ്ടെങ്കിൽ അതിൻ്റെ നാച്ചറിനനുസരിച്ചല്ല നമ്മൾ നോക്കുന്നേ. പകരം എന്ത് നോക്കുന്നു വെച്ചാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആരുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നോക്കും? സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ സ്വാധീനിക്കും. നാച്ചർ ഓഫ് സൊല്യൂട്ടിനെ സ്വാധീനിക്കത്തില്ല, പകരം എന്തിനെ സ്വാധീനിക്കുന്നു? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആരുടെ? സൊല്യൂട്ടിൻ്റെ. ഇതെന്ത് സൊല്യൂഷൻ ആയാൽ? നോൺ വോളറ്റൈൽ സൊല്യൂഷൻ ആയാൽ. അങ്ങനെ നോൺ വോളറ്റൈൽ സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയുന്ന പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ. ഇപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ടുകളിൽ എന്ത് പറയുന്നു? സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ക്യാരക്ടർ പറയുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. അങ്ങനെ 4 തരത്തിലുള്ള കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. 4 തരത്തിലുള്ള കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ് 4 തരത്തിലുള്ള കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി? ഒന്നാമത്തത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. 2 elevation of boiling point. 3 depression of freezing point. 4 osmotic pressure. അങ്ങനെ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 തരത്തിൽ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇതെല്ലാം എങ്ങനെയുള്ള സൊല്യൂഷൻ്റെയാണ്? നോൺ വോളറ്റൈൽ സൊല്യൂഷൻ. ഓക്കെ. ഇതിൻ്റെ സഹായത്തോടെ, ഈ പ്രോപ്പർട്ടിയുടെ സഹായത്തോടെ നമുക്ക് ഇതിൻ്റെ മോളാർ മാസ്, നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, കണ്ടെത്താം. അതിനാണ് ഈ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പറയാൻ പോകുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതായത് ഒരു കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂഷൻ്റെ സൊല്യൂട്ട് അതിൻ്റെ നാച്ചറിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഒന്നാമത്തെ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോകുന്നു റിലേറ്റീവ് ലോവറിംഗ്
ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, ആ വാക്കിൽ തന്നെയുണ്ട് എന്താണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അതായത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂഷൻ നോക്കുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ ഒരു പ്യുവർ സൊല്യൂഷനെയും കാട്ടി അല്ലെങ്കിൽ പ്യുവർ സോൾവെൻറ്റിനെയും കാട്ടിയും എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം വേപ്പർ പ്രഷർ കുറയുന്നു എന്തുള്ളത് കൊണ്ട്, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പം അതെങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? നമുക്ക് ആൾറെഡി അറിയാം, റൗട്ട്സ് ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞാൽ റൗട്ട്സ് ലോ ഇങ്ങനെയാണ് പറയുന്നത്, പി എസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു പി എ ഇസ് ഈക്വൽ ടു എന്താണ്, കൈ എ ഇൻറ്റു P0A അല്ലേ. അതായത് ഇവിടെ ഓരോന്നും പറയുന്നു. പി എ എന്താണ്, വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. ഇവിടെ കൈ എ എന്താണ്, സോറി പി എ എന്താണ്, അപ്പോൾ കൈ എ എന്താണ്, ഇവിടെ കൈ എ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് പ്യുവർ സോൾവെന്റ്. P0A എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, വേപ്പർ P0A എന്തിനെ സൂചിപ്പിക്കുന്നു, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് അല്ലേ. കൈ എന്തിനെ സൂചിപ്പിക്കുന്നു, മോൾ ഫ്രാക്ഷൻ ഓഫ് പ്യുവർ സോൾവെന്റ്, അതും സോൾവെന്റ് തന്നെയാണ്. അപ്പോൾ റൗട്ട്സ് ലോ വെച്ച് നമുക്കറിയാം പി എ ഇസ് ഈക്വൽ ടു കൈ എ ഇൻറ്റു P0A. അപ്പോൾ പി എ ഇസ് ഈക്വൽ ടു എന്താണ്, കൈ എ ഇൻറ്റു P0A. നമുക്ക് ഫോർ എ ബൈനറി സൊല്യൂഷൻ നമുക്കറിയാവുന്ന കാര്യമാണ്, ബൈനറി സൊല്യൂഷൻ കൈ എ പ്ലസ് കൈ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, 1. കൈ എ പ്ലസ് കൈ ബി എന്താണ്, എപ്പോഴും മോൾ ഫ്രാക്ഷൻ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും, യൂണിറ്റി ആയിരിക്കും. ഇത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്, നോൺ വോളറ്റൈൽ സൊല്യൂഷനാണ് ഇത് സംഭവം. ഓക്കെ, അപ്പം കൈ എ പ്ലസ് കൈ ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ എഴുതാം, കൈ എ ഇസ് ഈക്വൽ ടു 1 മൈനസ് കൈ ബി. കുഴപ്പമുണ്ടോ? അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, കൈ എനെ നമ്മൾ എങ്ങനെ കൊടുത്തു, 1 മൈനസ് കൈ ബി എന്ന് കൊടുത്തു. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇതിനെ ഇക്വേഷൻ 1 ആക്കുക, ഇത് ഇക്വേഷൻ 2 ആക്കുക. അപ്പോൾ എന്തായിരിക്കും, ഈ ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടും, പി എ ഇസ് ഈക്വൽ ടു 1 മൈനസ് കൈ ബി ഇൻറ്റു P0A. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ P0A ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പം പി എ ബൈ P0A ഇസ് ഈക്വൽ ടു 1 മൈനസ് കൈ ബി. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, കൈ ബിയെ നമുക്ക് കൈ ബി അല്ലേ വേണ്ടത്, നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടാണ് വേണ്ടത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മോൾ ഫ്രാക്ഷൻ വെച്ച് പറയാനുള്ള കാര്യം എന്താണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് അറിയാൻ പറ്റും, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് മോൾ ഫ്രാക്ഷൻ. അപ്പം നമുക്ക് ഇതിനെ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, കൈ ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് പി എ ബൈ P0A എന്ന് പറഞ്ഞാൽ എന്ത് പറയാം, എങ്ങനെ എഴുതാം, കൈ ബി ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു 1 P0A മൈനസ് പി എ ബൈ P0A. ഇത്രയേ ഉള്ളൂ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. അപ്പോൾ ഇതിൽ P0A മൈനസ് പി എ എന്താണ്, P0 മൈനസ് പി എ എന്ന് വെച്ചാൽ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. കാരണം പ്യുവർ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും, അതുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ചത് എന്നല്ലോ. അപ്പോൾ ഇതിനെ അറിയപ്പെടുന്ന പേര് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അടുത്തത് P0A മൈനസ് പി എ ബൈ P0A എന്താണ് ഇത്, ഇതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. തീർന്നില്ല, നമുക്ക് എന്ത് മനസ്സിലായി, ഒരു സൊല്യൂഷൻ്റെ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ, സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. കണ്ട, ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ വേപ്പർ പ്രഷർ എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് എപ്പോഴും ഈക്വൽ ആയിരിക്കും, നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിന് എപ്പോഴും ഈക്വൽ ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു. നമ്മൾ ആദ്യം നമ്മൾ എഴുതിയത് റൗൾട്ട്സ് ലോ അനുസരിച്ച് നമ്മൾ എഴുതി PA = കൈ P0A. അങ്ങനെ എഴുതാനുള്ള കാരണം ഞാൻ ആൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫോർ എ നോൺ വോളറ്റൈൽ സൊല്യൂഷൻ ഇതാണ് റൗൾട്ട്സ് ലോ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് എഴുതി. എന്നിട്ട് നമ്മൾ പറഞ്ഞു ബൈനറി സൊല്യൂഷൻ ആണ് കൈ A + കൈ B = 1 ആണ്. കൈ A എന്ന് പറഞ്ഞാൽ 1 - കൈ B ആണ്. അപ്പോൾ അതിൽ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ PA = 1 - കൈ B × PA. പിന്നെ നമ്മൾ PA/P0A = 1 - കൈ B എന്ന് എഴുതി. ഇതിൽ നിന്ന് നമ്മൾ ഇക്വേഷനിലോട്ട് വന്നു. അതിൽ നിന്ന് കൈ B = P0A - PA/P0A. ഈ P0A - PA വിളിക്കുന്ന പേര് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നും P0A - PA/P0A വിളിക്കുന്ന പേര് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. തീർന്നില്ല. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്ന നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ്. അപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിലോട്ട് നമുക്ക് വരാം. നമുക്കറിയാം കൈ B ഇപ്പോൾ എഴുതുന്നു മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ മോളിക്കുലാർ മാസ് ആണെങ്കിൽ കൈ B. കൈ B ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? കൈ B = NB/NA + NB എന്നാണ് അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് B = number of moles of B divided by total number of the solution. അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെ എഴുതാം. ബട്ട് ഇവിടെ ഒരു എന്താ പ്രത്യേകത? NB is too small. ചെറുതാണ്. NB ചെറുതാ, കാരണം തീരെ ചെറുതല്ലേ. ഫോർ എ ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫോർ എ ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂഷൻ. നോൺ വോളറ്റൈൽ സൊല്യൂഷനും ആണ്, ഡൈലൂട്ടും ആണ്. വെരി ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് NB എന്തായിരിക്കും? ടു സ്മാൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ NB നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. മനസ്സിലാവും? പകരം NA മാത്രം ഉപയോഗിക്കും. അപ്പോൾ എങ്ങനെ വരും? കൈ B = NB/NA. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് മോളാർ മാസ് കണ്ടുപിടിക്കുന്നത്? നോക്കിയോ. അപ്പം അതിൽ നിന്ന് മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് NB ഇക്വേഷൻ അറിയാം. NB എന്താണ്? WB/MB. ഓക്കെ, ഇനി NA ഇക്വേഷൻ അറിയാം. WA/MA. അതെങ്ങനെ വന്നത്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. സാധനമല്ലോ, അതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഗിവൺ മാസിന് നമ്മൾ W എന്ന് കൊടുത്ത്, സൊല്യൂട്ട് ആയതുകൊണ്ട് B എന്ന് കൊടുത്ത്, ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, അതാണ് MB. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് ദ സോൾവെന്റ് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് ദ മോളാർ മാസ് ഓഫ് ദ സോൾവെന്റ്. അതാണ് ഈ ഇക്വേഷൻ. അപ്പം NA NB അറിയാം. അപ്പോൾ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. കൈ B = എങ്ങനെ വരും? WB/MB ഹോൾ ഡിവൈഡഡ് ബൈ WA/NA MA. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ വരും? കൈ B = WB/MA ഹോൾ ഡിവൈഡഡ് ബൈ WA/MB. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കൈ ബിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ? കൈ ബി എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞ P0A - PA/P0A. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരും? P0A - PA/P0A is equal to WB/B into MA divided by WA into MB. നമുക്ക് എന്താ ഇതിന്ന് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എന്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത്? സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. ഇതെന്താണ്? WB സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ഗിവൺ മാസ്. MA എന്താ? സോൾവെൻറ്റിൻ്റെ മോളാർ മാസ്. ഇനി WA എന്താ? W എന്ന് വെച്ചാൽ സോൾവെൻറ്റിൻ്റെ ഗിവൺ മാസ്. MB എന്താ? സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. അപ്പോൾ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കുന്നത്? സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. അപ്പോൾ ഇവനെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരണം അല്ലേ? അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇവരെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. MA അവിടെ കിടക്കട്ടെ, താഴെ കിടക്കട്ടെ, ബാക്കിയെല്ലാം നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ P0A - PA ഇൻറ്റു എന്ത്? WA ഹോൾ ഡിവൈഡഡ് ബൈ ഇത് ഇപ്പുറത്ത് വരുന്നു P0A WB ഇൻറ്റു MA
ഇസ് ഈക്വൽ ടു 1/mv. നമുക്ക് എന്താ വേണ്ടത്? എം ബി അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. അപ്പോൾ എം ബി ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? P0A WB MA ഹോൾ ഡിവൈഡഡ് ബൈ P0A മൈനസ് PA ഇൻറ്റു WA. കിട്ടിയോ? മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കിട്ടിയോ? നോൺ വോളറ്റൈൽ വെരി ഡയലൂട്ട് സൊല്യൂഷൻ്റെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. P0A WB MA ഡിവൈഡഡ് ബൈ P0A മൈനസ് PA ഇൻറ്റു WA. ഓരോന്നും എടുത്ത് എഴുതിക്കോണം. എന്താണ് എം ബി എന്ന് വെച്ചാൽ? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. P0A പ്യുർ സോൾവെൻ്റ് വേപ്പർ പ്രഷർ. WB അറിയാം, വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട്. ഗിവൺ വെയിറ്റ് ആണ്, ഗിവൺ മാസ് ആണ്. ഇനി എം എ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സോൾവെന്റ്. P0A മൈനസ് PA നമുക്കറിയാം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. എന്നാൽ P0A പ്യുർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ, PA സോൾവെന്റ് വേപ്പർ പ്രഷർ, WA സോൾവെന്റ് മാസ്. ഇതാണ് ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് നമുക്ക് കണക്കുകൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറായി. അപ്പം നമ്മൾ ആൾറെഡി പറഞ്ഞു, ആ വാക്കിൽ തന്നെയുണ്ട്, പേരിൽ തന്നെയുണ്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? നോൺ വോളറ്റൈൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ, വെരി ഡയലൂട്ട് സൊല്യൂഷനുകളുടെ വേപ്പർ പ്രഷർ എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? പ്യുവർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത് പറയുന്നു, ഒന്നുകൂടെ പറയുന്നു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ, സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത് ഒരു സൊല്യൂഷൻ എന്നാണ് പറയുന്നത്, നോൺ വോളറ്റൈൽ സൊല്യൂഷൻ. നമ്മൾ അതേ കണക്ക് ഒരു ഡയലൂട്ട് സൊല്യൂഷൻ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് പറയുകയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ആദ്യം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന വാക്ക് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ എലിവേഷൻ? എലിവേഷൻ മീൻസ് റൈസ് എന്ന് വെച്ചാൽ കൂടുതൽ, മനസ്സിലാവൂ? അതായത് ഇവിടെ ആൾറെഡി പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് അറിയാം. എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഒരു ലിക്വിഡ് എന്തായി മാറുന്നതിന്, വേപ്പറായിട്ട് മാറുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ബോയിലിംഗ് പോയിന്റ്. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ മാത്രമേ അത് വേപ്പറായിട്ട് മാറും, അല്ലേ? അതും വളരെ പ്രധാനപ്പെട്ടത്, അത് ബോയിൽ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറണം? വേപ്പറായിട്ട് മാറുന്നു. ഏത് ടെമ്പറേച്ചറിലും അത് വേപ്പറായിട്ട് മാറുന്നത് അതിന് ബോയിലിംഗ് പോയിന്റ് എന്നല്ല വിളിക്കുന്നത്, അതിനെ എവാപ്പറേഷൻ എന്ന പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ബിലോ ബോയിലിംഗ് പോയിന്റിൽ അത് വേപ്പറേഷൻ മാത്രമായിരിക്കും നടക്കുന്നത്. ഉദാഹരണത്തിന് ഒരു തുള്ളി വെള്ളം നമ്മൾ തറയൊഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് വേപ്പറായി പോകും. എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്താവുന്നില്ല, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്താതെയാണ് അത് വേപ്പറാവുന്നത്. അത് ഇവാപ്പറേഷനാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് ഹാപ്പൻസ് അറ്റ് സർട്ടൻ ടെമ്പറേച്ചർ. നമ്മൾ ആ വെള്ളത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, വാട്ടറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വാട്ടർ ഡയറക്റ്റ്ലി എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. അതാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ബോയിലിംഗ് പോയിന്റ് പറയുന്നത്. അപ്പം ഞാനിവിടെ പറയുന്നത്രയേ ഉള്ളൂ. അതായത് എന്തായി മാറുന്നതിന്, ലിക്വിഡ് വേപ്പറായി മാറുന്നതിന് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ലിക്വിഡ് വേപ്പറായി മാറുന്നതിൻ്റെ കാര്യത്തിലാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വേപ്പറാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടോ പറഞ്ഞുതരാം. അപ്പോൾ നോക്കി, ഒരു ബീക്കർ എടുത്തിരിക്കുന്നു, ഇതിനെ നല്ലപോലെ ചൂടാക്കുന്നു, വാട്ടർ വേപ്പർ ആവുന്നു. എപ്പോഴാണ് വാട്ടർ വേപ്പർ ആവുന്നത്? അല്ലെങ്കിൽ ആ വസ്തു സോൾവെന്റ്, പ്യുവർ സോൾവെന്റ് ആണ് വാട്ടർ, അത് വേപ്പർ ആവുന്നത് എപ്പോഴായിരിക്കും? when it becomes same or equal to the atmospheric pressure. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ATM, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വലൈസ് ആകുമ്പോഴാണ് അത് വേപ്പർ ആവുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവണം, അപ്പോഴാണ് വേപ്പർ ആവുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആയിരിക്കും. അപ്പം ഇതിലെ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും വേപ്പർ പ്രഷറും എന്തായിരിക്കും? ഈക്വലൈസ് ചെയ്യണം, അപ്പോഴാണ് അത് ബോയിൽ ആവുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു നോൺ വോളറ്റൈൽ സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നോർമലി അത് പെട്ടെന്ന് എന്താവത്തില്ല? വേപ്പറായിട്ട് മാറത്തില്ല. എന്തായിട്ട് മാറത്തില്ല? വേപ്പറായിട്ട് മാറത്തില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉള്ളതുകൊണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വലൈസ് ചെയ്യണമെങ്കിൽ, അത് വേപ്പർ ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ വേപ്പർ ആവൂ. മനസ്സിലാവോ? അപ്പോൾ ഒരു പ്യുവർ സോൾവെന്റ് ഞാൻ എന്ത് പറഞ്ഞു?
പ്യുവർ സോൾവെന്റ് എടുത്തിരിക്കുന്നു, ചൂടാക്കുമ്പോൾ നോർമലി അറ്റ്മോസ്ഫിയർ പ്രഷർ പെട്ടെന്ന് എത്തുന്നു അല്ലേ. എന്നാൽ നോൺ വോളറ്റൈൽ സൊല്യൂഷൻ ആണെങ്കിൽ എന്താവുന്നില്ല, പെട്ടെന്ന് എന്താവുന്നില്ല, വേപ്പർ ആവുന്നില്ല. എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ വേപ്പർ ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ ഏത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവും. മനസ്സിലാവും? അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കണം, റൈറ്റ്. അപ്പം അത് വെച്ച് ഞാനൊരു ഗ്രാഫ് ആദ്യം പറയാം. ഉദാഹരണത്തിന് ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫ് വരയ്ക്കുന്നത് പ്രഷറിനും ടെമ്പറേച്ചറിനും എഗൻസ്റ്റ് ആണെന്ന് കരുതുക, റൈറ്റ്. പ്രഷറിനും ടെമ്പറേച്ചറിനും എഗൻസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് കൺസിഡർ ചെയ്യുക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഓക്കെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതാണ് ATM. ഞാനൊരു പിയാർ സോൾവെന്റ് എടുക്കുകയാണ്, അതിനെ ചൂടാക്കുകയാണ്. അപ്പോൾ നോർമലി നമുക്കറിയാം പിയാർ സോൾവെന്റ് ബോയിൽ ആവുന്ന എപ്പോഴായിരിക്കും, അതിന് നിശ്ചിത ടെമ്പറേച്ചർ ഉണ്ടാവും. അത് നിശ്ചിത ടെമ്പറേച്ചറിൽ എന്താവും, അത് ബോയിലാകും, റൈറ്റ്. ഇത് പിയാർ സോൾവെന്റ് കാര്യം. എന്നാൽ ഞാൻ സൊല്യൂഷൻ എടുത്ത് ചൂടാക്കുകയാണ്. നോക്കിയോണേ, സൊല്യൂഷൻ എടുത്ത് ചൂടാക്കുകയാണ്. എന്താ പറ്റുന്നത്? അത് ചൂടാവുന്നു, ബട്ട് എന്തിലെത്തിച്ചേരാൻ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എത്തിച്ചേരാൻ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വന്നു അല്ലേ. ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കേണ്ടി വന്നില്ലേ. ഇങ്ങോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടിയാണ് പോകുന്നത്, ഇങ്ങോട്ട് പോകുമ്പോൾ പ്രഷർ കൂടിയാണ് പോകുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷറിലെത്താൻ ഇത് സോൾവെന്റ്, പ്യുവർ സോൾവെന്റ്. ഇത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂഷൻ, കണ്ട, ഇത് സൊല്യൂഷൻ, കണ്ട. അപ്പോൾ ആർക്കാണ് ഇവിടെ ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കേണ്ടി വന്നത്? 1 2 3 4 5 6 എന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടി പോകുന്നത് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരുന്നത്? സൊല്യൂഷന് കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ എന്തിലെത്തിച്ചേരൂ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വേപ്പർ എത്തിച്ചേരൂ. മനസ്സിലാവും? അത് ഇക്വലൈസ് ആവണം, എങ്കിൽ മാത്രമേ ഇത് വേപ്പർ ആവും. അറ്റ്മോസ്ഫിയർ പ്രഷർ ഇതിന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യണം, ഈക്വൽ ആവണം, സെയിം ആവണം, എങ്കിൽ മാത്രമേ വേപ്പർ ആവും. അപ്പോൾ നോക്കിയേ, സോൾവെന്റ് പെട്ടെന്ന് വേപ്പർ ആവുന്നുണ്ടല്ലേ. അപ്പം ആ ടെമ്പറേച്ചർ ഞാൻ ഒരു സംഖ്യ കൊടുക്കുകയാണ്, ഒരു പേര് കൊടുക്കുകയാണ്. പ്യുവർ സോൾവെന്റ് ആണ് TB0. TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ്, ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ്. B എന്നാണ് ബോയിലിംഗ് പോയിന്റ്, ടെമ്പറേച്ചർ T. ഓക്കെ, TB0 എന്ന് കാണിച്ചു പ്യുവർ സോൾവെന്റ്. അപ്പോൾ സൊല്യൂഷൻ എന്ത് കൊടുത്തു? TB, സൊല്യൂഷൻ TB. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ഡിഫറൻസ് ആർക്കാ കൂടുതൽ? TB കൂടുതൽ അല്ലേ. ഇവരെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ΔTB. അതിനെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന ഡിഫറൻസ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നു വേരിയേഷൻ, റൈസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ റൈസ് ഇൻ ബോയിലിംഗ് പോയിന്റ് നമുക്ക് എങ്ങനെ പറയാം? ΔTB ഈസ് ഈക്വൽ ടു, ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? കൂടിയതിൽ നിന്നും കുറഞ്ഞത് ചെയ്യണം അല്ലേ. ആർക്കാണ് ഇവിടെ കൂടുതൽ ടെമ്പറേച്ചർ? സൊല്യൂഷന്. അപ്പോൾ സൊല്യൂഷൻ എന്താ? TB minus TB0. ഇതാണ് എന്തിൻ്റെ? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് യഥാർത്ഥത്തിൽ എന്തുമായിട്ട് ഇക്വലൈസ് ആണെന്ന് വെച്ചാൽ മൊളാലിറ്റിയുമായിട്ട് ഇക്വലൈസ് ആണ്. എന്തായിട്ടാണ് അത് ഇക്വലൈസ് ആയിരിക്കുന്നത്? മൊളാലിറ്റി, നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയ മൊളാലിറ്റിയുമായിട്ടാണ് ഇക്വലൈസ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നു, ΔTB എന്താണെന്ന് പറഞ്ഞു? ΔTB എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, TB boiling point of solution, TB0 boiling point of pure solvent. കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നു ΔTB is directly proportional to M. What do you mean by M here? എന്താണ് M ഇവിടെ? മൊളാലിറ്റി. ഓക്കെ, അപ്പോൾ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇക്വേഷൻ എങ്ങനെയാണ്? M is equal to WB into 1000 divided by MB into WA. വെയിറ്റ് എന്താണ്? WB എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു എന്ത്? WA എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? WA എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇതാണ് മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പറയാം, ഈ ഇത് മാറിക്കണം അല്ലേ, പ്രൊപ്പോർഷൻ സൈൻ മാറ്റണം. അതിനുവേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. KB എന്നാണ് കോൺസ്റ്റന്റ്. അപ്പോൾ നോക്കിയോ, ΔTB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M. വാട്ട് ഈസ് KB ഹിയർ? എന്താണ് KB? സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞു, ഒരു കോൺസ്റ്റന്റ് ആണ്. ആ KB കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എബലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അപ്പോൾ എന്തൊക്കെ വിളിക്കാം അതിനെ? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം,
എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നും ഈ കോൺസ്റ്റന്റ് KB വിളിക്കുന്നു. വെൻ m is equal to 1, മൊളാലിറ്റി 1 ആയാൽ നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ TB will be equal to the constant, മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. ഡെൽറ്റ TB ന്യൂമറിക്കലി m1 ആവുമ്പോൾ ഡെൽറ്റ TB എന്തായി മാറും? ഇതിന് ഈക്വൽ ആയി. അതായത് m is equal to 1, then ഡെൽറ്റ TB is equal to KB എന്നാവും. റൈറ്റ്? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം. ഇതിൽ നിന്നും നമുക്ക് മോളാർ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? നമുക്ക് ഈ എമ്മിന് പകരം ഇതങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ ചെയ്യാം. ഡെൽറ്റ TB is equal to എന്താണ്? KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? MB ആണ് വേണ്ടത്. MB കണ്ടുപിടിക്കുന്ന മോളാർ മാസ് സൊല്യൂട്ട് ആണ്. KB അറിയാം, ഡെൽറ്റ T അറിയാം, അപ്പം TB അറിയാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡെൽറ്റ T താഴോട്ട് വരും. അപ്പോൾ എങ്ങനെ വരും? KB WB ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു WA. ഇതാണ് MB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. MB എന്ന് പറയുന്നത് എന്താണ്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താണ്? KB WB ഇൻറ്റു 1000, KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു WA. ഇതാണ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് പറഞ്ഞപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആയി. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്നതിനെ കാട്ടിയും കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ എന്ത് ബോയിലാവൂ? സൊല്യൂഷൻ ബോയിലാവൂ. സൊല്യൂഷൻ ബോയിലാവൂ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഈക്വലൈസ് ആവും എങ്കിൽ മാത്രമേ വേപ്പർ ആവൂ. ഓക്കെ, അതിനെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതേ സെയിം തത്വമാണ് നമ്മൾ പ്രഷർ കുക്കറിനകത്ത് ചെയ്യുന്നത്. അതായത് പ്രഷർ കുക്കറിനകത്ത് നമുക്ക് ഫുഡ് പെട്ടെന്ന് പാചകം ചെയ്ത് കിട്ടും. കാരണം എന്ന് വെച്ചാൽ പ്രഷർ കുക്കറിനകത്ത് നമ്മൾ ലിഡ് വെച്ചിട്ടുണ്ട്. ലിഡ്, അപ്പം ഈ ലിഡ് എന്ന് വെച്ചാൽ വെയിറ്റ് എന്നാണ് പറയുന്നത്. ആ വെയിറ്റ് ഇട്ടത് കൊണ്ട് ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല? ലിഡ് പൊങ്ങത്തില്ല. കാരണം അതേ സമയത്ത് അതിനകത്ത് എന്ത് ചെയ്യും? പ്രഷർ കൂടും. മനസ്സിലാവും? പ്രഷർ കൂടുമ്പോഴാണ് ഈ ലിഡ് പൊങ്ങുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫുഡ് എന്ത് ചെയ്ത് വരും? പാചകം ചെയ്ത് വരും. അപ്പം നോർമലി നമ്മൾ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുമെങ്കിൽ പ്രഷർ കുക്കറിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുകയാണ്. എത്ര കൊടുക്കേണ്ടി വരും? ചിലപ്പോൾ 120 ഡിഗ്രി സെൽഷ്യസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ? അത് അതിനകത്ത് തിളയ്ക്കുകയുള്ളൂ. മനസ്സിലാവും? അതായത് പ്രഷർ കൂടുതൽ ചെയ്യുകയാണ്. അപ്പോൾ പ്രഷറൈസ് ചെയ്ത് ആ പ്രഷർ കൂടുമ്പോൾ മാത്രമേ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടിയാൽ മാത്രമേ പ്രഷർ കൂടുക. കൂടിയാൽ മാത്രമേ ആ ലിഡ് പൊങ്ങും. മനസ്സിലാവും? അപ്പോൾ പെട്ടെന്ന് പക്ഷെ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമുക്ക് ആഹാരങ്ങൾ അല്ലെങ്കിൽ സാധാരണ ആഹാര പാചകം ചെയ്യാൻ എളുപ്പത്തിലാക്കുന്നത് പ്രഷർ കുക്കറാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ കേട്ടിട്ടുണ്ട് 3-4 വിസിലൊക്കെ കിട്ടാൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വേവാനാണെങ്കിൽ നോർമലി ഒരുപാട് ടൈം അരമണിക്കൂർ കൂടുതൽ എടുക്കുമെങ്കിൽ ഇതിനകത്താണെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ 1-2 വിസിലടിക്കുമ്പോൾ വേവ് എന്ന് വീട്ടുകാർ പറയും. കാരണം എന്താണ്? ടെമ്പറേച്ചർ അതിനകത്ത് കൂടുകയാണ്, അതിനകത്ത് പ്രഷർ കൂടുകയാണ്, പ്രഷറുണ്ട്. മനസ്സിലാവും? അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ കൂടുതൽ കിട്ടുകയാണ്. എന്നിട്ട് അവസാനം മാത്രമേ ഈ ലിഡ് പൊങ്ങുകയുള്ളൂ. ഒരുപാട് പ്രഷർ ആകുമ്പോൾ മാത്രമേ ലിഡ് പൊങ്ങുകയുള്ളൂ. അപ്പോൾ അത്രയും പെട്ടെന്ന് അത് വെന്തും കിട്ടും. ഓക്കെ, അതാണ് പ്രഷർ കുക്കറിൻ്റെ കേസ്. അതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അടുത്ത കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ 3 കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആവും ഇതും കൂടെ ആകുമ്പോൾ. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തത് എന്ത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. മൂന്നാമത്തത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, FP, ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രസ് ചെയ്യുന്നു. എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ചേഞ്ചസ് ഇൻറ്റു സോളിഡ് അല്ലേ? സോളിഡ് ആവുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആവും. എന്തിനൊക്കെ ഈക്വൽ ആവും? അത് സോളിഡ് സ്റ്റേറ്റിലാവുമ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിലാവുമ്പോഴും ഉള്ള വേപ്പർ പ്രഷർ സെയിം ആണെങ്കിൽ അതെന്താണെന്ന് പറയാം? ആ വസ്തുവിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്നും പറയാം. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ വേപ്പർ പ്രഷറുമായി റിലേറ്റ് ചെയ്താണ് പറയേണ്ടത്. അപ്പോൾ വേപ്പർ പ്രഷർ സെയിം ആകുമ്പോൾ, ലിക്വിഡിൻ്റെയും സോളിഡിൻ്റെയും വേപ്പർ പ്രഷർ സെയിം ആകുമ്പോൾ അതിനെ നമുക്ക് അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രസ് ചെയ്യുക. ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. എന്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്? പ്യുവർ സോൾവെൻറ്റിൻ്റെ അല്ല, പിന്നെയോ നമ്മളെ
ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉള്ള സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റ് നോർമലിൽ നിന്നും കുറയും. അതാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ്. അതായത് ഇപ്പം ഞാനൊരു സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. ആ സൊല്യൂഷനകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സൊല്യൂഷൻ ലിക്വിഡ് എടുത്തിരിക്കുകയാണ്, വെള്ളം എടുത്തിരിക്കുകയാണ്, വെള്ളത്തിനകത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നോർമലി വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ സാൾട്ടും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് അതിനെയും കാട്ടിയും കുറയും. മനസ്സിലാവും? പെട്ടെന്ന് ഫ്രീസ് ആവൂല. അപ്പം നല്ല തണുപ്പിച്ചാൽ മാത്രമേ അത് ഫ്രീസ് ആവൂ. നല്ല തണുപ്പിച്ചാൽ മാത്രമേ ഫ്രീസ് ആവൂ. അതാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ്. അപ്പോൾ നോക്കാം. അത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഗ്രാഫ് ഞാൻ ആദ്യം പറയുന്നു. ഒരു ഗ്രാഫിലോട്ട് വരുന്നു. വേപ്പർ പ്രഷറിനും നേരത്തെ വരച്ച കണക്ക് തന്നെ വേപ്പർ പ്രഷറിനും ഇപ്പോൾ ടെമ്പറേച്ചറിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, നേരത്തെ വേപ്പർ പ്രഷറിനും ടെമ്പറേച്ചറിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗ്രാഫ് വരച്ചത്. അപ്പോൾ ഒരു PR സോൾവെൻറ്റും അതേപോലെ സൊല്യൂഷൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. നോക്കിയോ, ഒരു PR സോൾവെൻറ്റിനെ ഞാൻ തണുപ്പിക്കുന്നു. അപ്പോൾ ആ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു, പെട്ടെന്ന് ഫ്രീസായി. ഓക്കെ, ഇതിവിടെ വെച്ചാണ് ഫ്രീസ് ആയത് PR സോൾവെൻറ്റ്. അതുകൊണ്ട് PR സോൾവെൻറ്റ് ആയതുകൊണ്ട് TF0 എന്ന് ഞാൻ കൊടുത്തു. മനസ്സിലാവും? TF0 എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു സൊല്യൂഷൻ ഫ്രീസ് ആവുകയാണ്. ദാ ഇങ്ങെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു സൊല്യൂഷൻ ഫ്രീസ് ആയത്. അതാണ് TF. ആ സമയത്ത് നമ്മൾ PR സോൾവെൻ്റ് ആണെങ്കിൽ എന്തായിട്ട് മാറിക്കഴിഞ്ഞു? സോളിഡായിട്ട് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഈ പോയിന്റ് എത്തുമ്പോൾ സോളിഡാണ്. ഇത് സോളിഡ് സോൾവെൻറ്റ്, ഇത് സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻറ്റ് ഈ പോയിന്റ് എത്താൻ PR സോൾവെൻ്റ് ആണെങ്കിൽ ഈ സർട്ടൻ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ തന്നെ അതെന്തായി? ഫ്രീസായി. പിന്നെ അത് സോളിഡ് സോൾവെൻ്റ് ആണ്. പക്ഷേ സൊല്യൂഷൻ ഫ്രീസ് ആവാൻ എത്ര ടെമ്പറേച്ചർ എടുത്തു? അതിനെയും കാട്ടി കുറഞ്ഞ ടെമ്പറേച്ചർ എടുത്തു അല്ലേ? ടെമ്പറേച്ചർ കുറയല്ലേ? അതാണ് TF. നോക്കിയോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടണം കുറയണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂടുന്നുണ്ട്. പക്ഷേ TF0യും കാട്ടി കുറവാണ് TF. ടെമ്പറേച്ചർ കുറയുന്നു. ഫ്രീസിങ് പോയിന്റ് എന്ത് ചെയ്യുന്നു? നേരത്തെയും കാട്ടിയും കുറഞ്ഞ ഫ്രീസിങ് പോയിന്റ് ആവുന്നു. അതായത് -ഡിഗ്രിയിലോട്ടൊക്കെ പോകാം. 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആണെങ്കിൽ അത് എന്തെങ്കിലും ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള എന്തെങ്കിലും സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ, ഉപ്പാണ് ആഡ് ചെയ്തെങ്കിൽ, സോഡിയം ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ -21 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും. മനസ്സിലാവും? -21 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ പിന്നെ അത് ഫ്രീസ് ആവും. ഫ്രീസ് ആവില്ല എന്നല്ല, ഫ്രീസ് ആവും. പക്ഷേ ടെമ്പറേച്ചർ ലോ ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഈ പറയുന്ന പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെയും ടെമ്പറേച്ചർ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പം നേരത്തെയും കാട്ടിയും ഗ്രേറ്റർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ആയാൽ മാത്രമേ സൊല്യൂഷൻ എന്താവൂ? സോളിഡിലോട്ട് മാറും അല്ലെങ്കിൽ ഫ്രീസ് ആവും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഇവരെ ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് പറയാം. ഇതിനിടയ്ക്കുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ΔTF, ചേഞ്ച് ഇൻ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് ആണ്. അപ്പം ΔTF എന്താണ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു ആരാണ് ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ ഫ്രീസിങ് പോയിന്റ് ഉള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂടും. അപ്പോൾ TF0 കൂടുതൽ. PR സോൾവെന്റ് ഫ്രീസിങ് പോയിന്റ് ആണ് കൂടുതൽ. അപ്പോൾ എങ്ങനെ വരും? TF0 - TF എന്ന് വരും. മനസ്സിലാവൂ? TF0 - TF എന്ന് വരും. കാരണം സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റ് ഇവിടെ കുറവാണ്. കാരണം എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫോർ എ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ TF0 - TF എന്ന് വരും. ഓക്കെ, ഇത് PR സോൾവെന്റിന്റെ ഫ്രീസിങ് പോയിന്റ് ആണ്. ഇനി ഇതിനെ നമ്മൾ റിലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കറിയാം ഫോർ എ വെരി മൈന്യൂട്ട് ഡൈലൂട്ട് സൊല്യൂഷൻ നമുക്ക് ΔTF എന്താണ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മൊളാലിറ്റി. മൊളാലിറ്റി എന്നറിയാം. ഇത് ΔTF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M അല്ലേ? M എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാലിറ്റി അല്ലേ? മൊളാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. മൊളാലിറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അത് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിവിടെ പറയുന്നു ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ സൈൻ മാറ്റണം. അതിന് വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ΔTF ഈസ് ഈക്വൽ ടു ഈ TF എന്താ വന്ന? F എന്താ വന്ന? F എന്ന് വെച്ചാൽ ഫ്രീസിങ് പോയിന്റിന്റെ F ആണ്. ഓക്കെ, TF ഈസ് ഈക്വൽ ടു KB അല്ല KF ഇൻറ്റു M. എന്താണ് KF ഇവിടെ? മോളാൽ. KF is equal to മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ല എങ്കിൽ എന്ത് വിളിക്കും? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? ക്രയോസ്കോപ്പിക്. KF നെ വിളിക്കുന്ന പേര്
ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. മറ്റേലായിരുന്നെങ്കിൽ ബോയിലിംഗ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റിനകത്ത് നമ്മൾ എന്താ എടുത്തത്? KB ആണ് എടുത്തത്. ഇവിടെ എന്താ എടുക്കുന്നത്? KF ആ. ശ്രദ്ധിച്ചോണേ, KB ആണ്, ഇത് KF ആണ്. KB എന്താ? KB മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്, അതിനെ എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചു. ഇവിടെ KF എന്താ? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ആണ്, അതിനോട് എന്ത് വിളിച്ചു? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് M is equal to 1, when M is equal to 1, M 1 ആകുമ്പോൾ എന്ത് പറ്റൂടെ? when M is equal to 1, M 1 ആകുമ്പോൾ എന്ത് കിട്ടും? delta TB becomes equal to KF. ഓക്കെ, ന്യൂമറിക്കലി അവരെന്താവും? ഈക്വൽ ആവും അല്ലേ? അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവർ ഇത് ഡെൽറ്റ TF വിൽ ബി ആൾവേസ് ഈക്വൽ ടു KF എന്ന് പറയുന്ന രീതിയിൽ വരും. അതായത് മോളാർ എലിവേഷൻ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റിലോട്ട് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളാർ മാസ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? മോളാർ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് M അറിയാം. ഇക്വേഷനിൽ പറയാം മൊളാലിറ്റി എന്താണ്? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു MB into WB into 1000 divided by MB into WA. ഓക്കെ, ഇത് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ എങ്ങനെ പരിപാടി? ഡെൽറ്റ TF is equal to KF into WB into 1000 whole divided by MB into WA. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഈ WB ഇവിടെ വരും. അപ്പോൾ ഡെൽറ്റ TF കിട്ടും നമുക്ക്. അപ്പോൾ ഡെൽറ്റ TF നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എങ്ങനെ കിട്ടും? MB. നമുക്ക് മോളാർ മാസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എന്താണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഓരോ വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് എന്താണ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് KF എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. WB വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ്, 1000 ഡിവൈഡഡ് ബൈ M മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. WA എന്താണ്? വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. ഇത്രയും തന്നിരുന്നാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇസ് ഈക്വൽ ടു MB ഇസ് ഈക്വൽ ടു KF ഇൻറ്റു WB ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF ഇൻറ്റു WA. ഇതാണ് മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം. എന്തിൻ്റെ മോളാർ മാസ്? ഡിപ്രഷൻ ഓഫ് കോൺസ്റ്റന്റിലെ മോളാർ മാസ്. അതായത് ഒരു സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. എങ്ങനെയുള്ള സൊല്യൂട്ട്? ഫ്രീസിംഗ് പോയിന്റിൽ വെച്ച് അതിൻ്റെ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ, വെരി ഡയലൂട്ട് സൊല്യൂഷൻ ആണുണ്ടെങ്കിൽ അതിൻ്റെ മോളാർ മാസ് നമുക്ക് ഈ മെത്തേഡ് വഴി കണ്ടുപിടിക്കാം. അതായത് ആ മെത്തേഡ് വിളിക്കുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, ഇതേപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഈ തണുത്ത സ്ഥലങ്ങളിൽ, കോൾഡർ പ്ലേസുകളിൽ മെയിനായിട്ടും ഈ നമ്മൾ വെഹിക്കിളിൽ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കും. മനസ്സിലാവും? അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിനെ കൂളൻ്റ് ആയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, മെഷീൻ തണുക്കാൻ, അതിൻ്റെ എഞ്ചിൻ തണുത്തിരിക്കാൻ വേണ്ടി വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. അപ്പോൾ നോർമലി വെരി കോൾഡർ പ്ലേസുകളിൽ അവരുടെ ടെമ്പറേച്ചറൊക്കെ -ഡിഗ്രി ഒക്കെ പോവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോർമലി എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ വാട്ടർ ചിലപ്പോൾ ഫ്രീസ് ആവും, കട്ടായാവും. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ വാട്ടർ കൂളൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പകരം അതിനോടൊപ്പം ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള, നോൺ വോളറ്റൈൽ എന്ന് വെച്ചാൽ റിലേറ്റീവ്ലി നോൺ വോളറ്റൈൽ ആണ് ആയിട്ടുള്ള എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന സാധനം കൂടി ഈ വാട്ടറിനോടൊപ്പം മിക്സ് ചെയ്തിട്ടാണ് റേഡിയേറ്ററിൽ ഒഴിക്കുന്നത്. എത്തിലീൻ ഗ്ലൈക്കോൾ. എന്തിനാണ് എത്തിലീൻ ഗ്ലൈക്കോൾ മിക്സപ്പ് ചെയ്യുന്നത്? അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പോയിന്റ് അല്ലെങ്കിൽ ഫിസിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഇത് കൂടി കുറയും. അപ്പോൾ വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് എന്താവത്തില്ല? ഫ്രീസ് ആവില്ല. അതിനേക്കാട്ടി കുറഞ്ഞ ടെമ്പറേച്ചറിൽ മാത്രമേ അത് ഫ്രീസ് ആവൂ. അപ്പം ഇത് കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് ഏതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്? ഈ റേഡിയേറ്ററിൽ എന്തിൻ്റെ കൂടെ മിക്സപ്പ് ആണ് ചെയ്യുന്നത്? വാട്ടറിനോടെ മിക്സപ്പ് ചെയ്യും. ഇതെവിടെയാണ്? കോൾഡർ ഏരിയയിൽ, നല്ല ടെമ്പറേച്ചർ കുറഞ്ഞ ഏരിയയിൽ. അതേപോലെ തന്നെ നമുക്കറിയാം ഈ മലകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം, മലകളിലൊക്കെ മഴ അല്ലെങ്കിൽ ചിലത് വീഡിയോ എവിടെയെങ്കിലും കണ്ടു കാണും നിങ്ങൾ, ഈ മഞ്ഞ് വഴിയിലൊക്കെ റോഡിലൊക്കെ മഞ്ഞ് കിടക്കുന്നത് കാണാം അല്ലേ? മഞ്ഞ് അല്ലെങ്കിൽ ഐസ് കെട്ടുകൾ കിടക്കുന്നത് കാണാം. ഈ മല ഏരിയയിലൊക്കെ നമ്മൾ റോഡൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഐസുകൾ കിടക്കും റോഡിൽ. അപ്പം ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയും ഇതേപോലെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഐസിലേക്ക് ഒന്നീ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്തെടുക്കും. സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽഷ്യം, ഇത് രണ്ടും നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സാൾട്ടാണ്, കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡോ കാൽഷ്യം ക്ലോറൈഡോ ഈ ഐസിലോട്ട് ആഡ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് പിന്നും കുറയും. എത്രയാകും? നോർമൽ ഫ്രീസിംഗ് പോയിന്റ് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്.
ഇതും കോൾഡർ ഏരിയയിൽ നടക്കുന്ന സംഭവം തന്നെയാണ്. നോർമൽ ഫ്രീസിംഗ് പോയിന്റ് വാട്ടറിൻ്റെ 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് ആയിരിക്കും. ഇതിലോട്ട് നമ്മൾ സാൾട്ട് ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ഉപ്പായിരിക്കും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ്. ഇവ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ -21 ഡിഗ്രി സെൽഷ്യസ് ആണ്. എങ്കിൽ മാത്രമേ അത് ഫ്രീസ് ആവും. എന്നാൽ കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ -51 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ അത് ഫ്രീസ് ആവും. അപ്പം ഐസ് കട്ട റോഡിൽ നിന്ന് എന്ത് ചെയ്യും? ക്ലിയർ ആവും. എന്ത് വിതറി കൊടുത്താൽ മതി? സോഡിയം ക്ലോറൈഡോ കാൽഷ്യം ക്ലോറൈഡോ. ഓക്കെ, മോർ എഫക്റ്റീവ് ആരായിരിക്കും? സോഡിയം ക്ലോറൈഡ് ആണോ കാൽഷ്യം ക്ലോറൈഡ് ആണോ? കാൽഷ്യം ക്ലോറൈഡ്. കാര്യം എന്താ? ടെമ്പറേച്ചർ ഭയങ്കര ലോ ആണ്. അപ്പോൾ പെട്ടെന്ന് എന്താവത്തില്ല? ഫ്രീസ് ആവത്തില്ല. മനസ്സിലാവും? ഇങ്ങനെ വിതറുന്നുണ്ട് റോഡുകളിൽ. ഇതെവിടെയാണ്? തണുത്ത രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം മല ഏരിയകളിൽ. ഓക്കെ, മല ഏരിയകളിലാണ് മെയിനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത്. അതും ഏതുമായി റിലേറ്റ് ചെയ്തതാണ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇത്രയും നേരം 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ. അതിന് മുമ്പ് നമുക്കറിയേണ്ട ഒരു വാക്കാണ് എന്താണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്താണ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓസ്മോസിസ് അറിയണമെങ്കിൽ ഒരു ബീക്കർ എടുക്കുക. ഓക്കെ, 2 സൊല്യൂഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പാർച്ച്മെൻറ്റ് മെമ്പറൈൻ വെച്ചിരിക്കുകയാണ്. പാർച്ച്മെൻറ്റ് മെമ്പറൈൻ, അങ്ങനെ സെമി പെർമബിൾ മെമ്പറൈൻ. ഓക്കെ, സെമി പെർമബിൾ മെമ്പറൈൻ, അതായത് ഇതിനകത്ത് പോറസ് ഉണ്ട്. ഇതാണ് സെമി പെർമബിൾ മെമ്പറൈൻ. SPEM ഒരു സെമി പെർമബിൾ മെമ്പറൈൻ ആണ്. ഇത് പാർച്ച്മെൻറ്റ് മെമ്പറൈൻ അറിയുക. ഇതിന് ആനിമൽ മെമ്പറൈനോ അല്ലെങ്കിൽ പ്ലാന്റ് മെമ്പറൈനോ ഉണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചിരിക്കുന്നത് SPEM ആണ്, സെമി പെർമബിൾ മെമ്പറൈൻ. അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് ഞാൻ സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ സോൾവെൻ്റ് എടുത്തിരിക്കുകയാണ്. ഇത് സോൾവെൻ്റ്, ഇത് സൊല്യൂഷൻ. ഓക്കെ, ഇത് സോൾവെൻ്റ്, ഇത് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ എന്താ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനിടയ്ക്ക് ഒരു സെമി പെർമബിൾ മെമ്പറൈൻ വെച്ചാൽ സോൾവെൻ്റ് മോളിക്യൂള് നിന്ന് സോൾവെൻ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും? സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. ഏത് വഴിയാണ്? സെമി പെർമബിൾ മെമ്പറൈൻ വഴി. അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? നമ്മൾ എക്സ്റ്റേണൽ ഒന്നും ചെയ്യേണ്ട, സ്പോണ്ടേനിയസ് ആയിട്ട്. സ്പോണ്ടേനിയസ് സ്വയമേ. അപ്പോൾ സ്വയമേ സോൾവെൻ്റ് മോളിക്യൂൾസ് സെമി പെർമബിൾ മെമ്പറൈൻ വഴി നേരെ എങ്ങോട്ട് വരും? ഈ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. അപ്പോൾ എങ്ങനെ പറയാം? ഫ്രം പ്യുവർ സോൾവെൻ്റ് ടു സൊല്യൂഷൻ. എന്ത് മൂവ് ചെയ്യുന്നു? സോൾവെൻ്റ് മൂവ് ചെയ്യുന്നു. എന്ത് മൂവ് ചെയ്യുന്നു? സോൾവെൻ്റ്. പ്യുവർ സോൾവെൻ്റ് നിന്ന് സൊല്യൂഷനിലേക്കുള്ള മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസ്മോസിസ്. അല്ലെങ്കിൽ ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. അതായത് കുറഞ്ഞ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് പോകുന്നു? സോൾവെന്റിന്റെ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസ്മോസിസ്. ഇവിടെ പ്രത്യേകത, സൊല്യൂട്ട് മൂവ് ചെയ്യത്തില്ല. കാര്യം എന്താണ്? ഈ പാർച്ച്മെന്റ് മെമ്പറൈൻ വഴി ആര് മൂവ് ചെയ്യത്തില്ല? സൊല്യൂട്ട് മൂവ് ചെയ്യത്തില്ല. അപ്പം അതാണ് ഓസ്മോസിസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഓസ്മോസിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, നിർത്താം. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രഷർ അപ്ലൈ ചെയ്ത്. അങ്ങനെ കൊടുക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അതായത് പൈ എന്ന അക്ഷരമാണ് കാണിക്കുന്നത്. എന്താ പ്രഷർ വിളിക്കുന്നതിനെ? ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ചാൽ? ദ പ്രഷർ അപ്ലൈ ടു സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ്. അപ്പം ഒരു നിശ്ചിത പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു നിശ്ചിത മിനിമം ഒരു പ്രഷറുണ്ട്. ആ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യത്തില്ല? സോൾവെൻ്റ് മോളിക്യൂൾ പിന്നെ മൂവ് ചെയ്യത്തില്ല. ആ മൂവ്മെൻറ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. ആ ഓസ്മോട്ടിക് പ്രഷറാണ് നമ്മൾ ഏത് അക്ഷരം കൊണ്ട് കാണിക്കുന്നത്? പൈ എന്ന അക്ഷരം കൊണ്ട് കാണിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അഥവാ ഞാൻ കൊടുത്ത പ്രഷർ നല്ല കൂടിപ്പോയി എന്ന് വിചാരിക്കുക, എക്സ്ട്രാ പ്രഷറായിപ്പോയി. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് നടക്കും. എന്ത് ഓസ്മോസിസ് നടക്കും? റിവേഴ്സ് ഓസ്മോസിസ്. എന്താ റിവേഴ്സ് ഓസ്മോസിസ്? അതായത് നേരത്തെ കണ്ട സോൾവെന്റ് മോളിക്യൂൾ എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത് കണ്ട് സോൾവെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത് അല്ലേ? ഇനി പ്രഷർ കൂടുതൽ കൊടുക്കണമെങ്കിൽ എന്ത് പറ്റും? ഓസ്മോട്ടിക് പ്രഷർ കൊടുത്താൽ എന്ത് ചെയ്യും? മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പം അതിനേക്കാട്ടി കൂടുതൽ പ്രഷർ കൊടുത്താൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ സൊല്യൂഷനിൽ നിന്നും സോൾവെന്റിലേക്ക് എന്ത് മൂവ് ചെയ്യും? പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും, അല്ലെങ്കിൽ സോൾവെന്റ് മൂവ് ചെയ്യും.
അതിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പം 3 ടൈമുകൾ പറഞ്ഞു. ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, റിവേഴ്സ് ഓസ്മോസിസ്. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞു, പ്രഷർ അപ്ലൈ ടു സ്റ്റോപ്പ് ദ ഓസ്മോസിസ്. എന്താ റിവേഴ്സ് ഓസ്മോസിസ്? അതായത് എക്സ്ട്രാ പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടി ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് നടക്കും. നേരത്തെ കണ്ടത് സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്കാണ് സോൾവെൻറ്റ് മൂവ് ചെയ്ത്, ഇപ്പോൾ തിരിച്ച് മൂവ് ചെയ്യും. അതിനാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴും പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇറ്റ്സ് കോൺസെൻട്രേഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ കോൺസെൻട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഓസ്മോട്ടിക് പ്രഷർ പറയുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കോൺസെൻട്രേഷനെ. വളരെ ഇമ്പോർട്ടൻറ്റ് വാക്കാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ കൺസിഡർ ചെയ്യുക, ഓസ്മോട്ടിക് പ്രഷർ എന്ന പൈ എന്ന് ഞാൻ പറഞ്ഞു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി. സി എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചറിലാണ് അത് ഇക്ലാവുന്നത്. അപ്പം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു, പൈ ഈസ് ഇക്വൽ ടു ZRT. എന്താണ് ആർ ഇവിടെ? ആർ ഇവിടെ എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടി ടെമ്പറേച്ചർ, സി കോൺസെൻട്രേഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ നമുക്ക് എന്തിൻ്റെ വാക്കിൽ പറയാം, എന്തിൻ്റെ കീഴിൽ പറയാം? നമ്പർ ഓഫ് മോൾസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഈസ് ഈക്വൽ ടു, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ NB/V അല്ലേ. NB/V നമ്മൾ മൊളാരിറ്റി പറഞ്ഞു. NB/V നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പം അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും? സിക്ക് പകരം പൈ ഈസ് ഈക്വൽ ടു, അതായത് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഈക്വൽ ടു NB/VRT. ഓക്കെ, NB/V ഇൻറ്റു RT. ഇനി നമുക്കറിയാം NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? WB/MB. എന്താ WB? വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. അപ്പം നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മോളാർ മാസ് കണ്ടുപിടിക്കണം. അപ്പം മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ എങ്ങനെ പറയും? ദാ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ പൈ ഈസ് ഈക്വൽ ടു WBRT ഹോൾ ഡിവൈഡഡ് ബൈ MBV. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് മോളാർ മാസ് കണ്ടുപിടിക്കേണ്ടത്. മോളാർ മാസ് ഓഫ് എന്തിൻ്റെ മോളാർ മാസ് ആണല്ലോ കണ്ടുപിടിക്കാൻ നോക്കുന്നത്? ഒരു സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെ വരും? MB ഈസ് ഈക്വൽ ടു WBRT ഹോൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു V. ഇതാണ് എന്തിൻ്റെ? ഓസ്മോട്ടിക് പ്രഷർ വെച്ച്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഓസ്മോട്ടിക് പ്രഷർ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോളാർ മാസ് കണ്ടുപിടിക്കാം. ഇത് തീർന്നില്ല. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂഷനാണ്. നോൺ വോളറ്റൈൽ സൊല്യൂഷനാണ്. വെരി ഡൈലൂട്ട് സൊല്യൂഷനിൽ നമുക്ക് മോളാർ മാസ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കൂടാതെ ഈ പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് എന്ത് അക്ഷരം കൊണ്ട് പറയുന്നു? പൈ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അപ്പം അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? കണ്ടുപിടിച്ചു? മോളാർ മാസ് കണ്ടുപിടിച്ചു. എന്താണ് മോളാർ മാസ് കണ്ടുപിടിക്കുക? ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MB ഈസ് ഈക്വൽ ടു WBRT ബൈ പൈ V. MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, WB വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ, പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ, V വോളിയം. ഇത്രയാണ് എന്തുമായി റിലേറ്റ് ചെയ്ത്? ഓസ്മോട്ടിക് പ്രഷറുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് ടേമുകൾ. അപ്പം ടേമുകൾ ഒന്നുകൂടെ പറയുന്നു. ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞു, റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് പറഞ്ഞു, റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെ അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇനി പ്രത്യേകം നോക്കിയോ, യഥാർത്ഥത്തിൽ പോളിമറുടെയും അതേപോലെ ബയോമോളിക്യൂളുകളുടെയും ഒക്കെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിക്കുന്നത് ഏതിൻ്റെയും കണ്ടുപിടിക്കാനാ? പോളിമർ, അതായത് തീരെ ചെറിയ വേറെ ഒരു മെത്തേഡ് വെച്ച് പറ്റില്ല, വെരി ഡൈലൂട്ട് സൊല്യൂഷൻ്റെ ഒക്കെ മോളാർ മാസ് നമുക്ക് ഈ മെത്തേഡ് വഴി കണ്ടുപിടിക്കാം. അതുമാത്രമല്ല, പോളിമറിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും. ബയോമോളിക്യൂൾസിൻ്റെ ഒക്കെ നമുക്ക് ഈ മെത്തേഡ് വഴി നമുക്ക് അതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. ഏതിനെക്കാട്ടിയും നമ്മളെ നേരത്തെ കണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതേപോലെ തന്നെ ഫ്രീസിങ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് നെക്കെ കാട്ടിയും ഏറ്റവും എളുപ്പത്തിൽ ഇത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് കാരണമുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ മെത്തേഡാണ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, അഡ്വാൻറ്റേജ് പറയാം. 2 അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഒന്ന്,
it can measure in room temperature. ഏത് ടെമ്പറേച്ചറിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? റൂം ടെമ്പറേച്ചറിൽ തന്നെ അതിന് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് തീർന്നില്ല. പിന്നെ അപ്പം റൂം ടെമ്പറേച്ചറിലാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ്. 2, നേരത്തെ നമ്മൾ കണ്ട എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലും പ്രധാനമായി പറഞ്ഞത് മൊളാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ മൊളാലിറ്റിക്ക് ഇൻസ്റ്റേഡ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മൊളാരിറ്റിയാണ് ഉപയോഗിച്ചത്. മൊളാരിറ്റി എന്ന വേർഡാണ് ഉപയോഗിച്ചത്. അപ്പോൾ മൊളാരിറ്റി വെച്ചാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതാണ് 2 അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? 1, അത് റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 2, നമുക്ക് മൊളാരിറ്റി വെച്ചാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേമുകൾ. തീർന്നില്ല, ഇനിയും 2-3 ടേമുകളുണ്ട്. അടുത്ത പറയുന്നതാണ് എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ? അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഒരു ബീക്കർ കൺസിഡർ ചെയ്യുക, റൈറ്റ്. ഇതിനിടയ്ക്ക് ഒരു സെമി പെർമൽ മെംബ്രെയിൻ വെച്ചിട്ടുണ്ട്. സെമി പെർമൽ മെംബ്രെയിൻ, ഇതിലേക്ക് രണ്ടും ഒരേ അളവിലുള്ള 2 സൊല്യൂഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ വിചാരിക്കുക. ഇവിടെ എന്ന് വെച്ചാൽ ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഏതാണ്? പൈ = GRT എന്നാണ്. ഓക്കെ, ഇത് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നു ഇവിടെ ഉള്ള കോൺസെൻട്രേഷൻ, ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ C1 ആണ് കൺസിഡർ ചെയ്യുക. ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ C2 ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. 2ൻ്റെയും കോൺസെൻട്രേഷൻ C1, ഒന്നിൻ്റെ C1, അടുത്ത എന്താണ്? C2 ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കുക C1 = C2 ആണ്. C1 = C2. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവത്തില്ല? ഓസ്മോസിസ് നടക്കത്തില്ല. ഓസ്മോസിസ് നടത്തുന്നതെന്ന് വെച്ചാൽ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഓസ്മോട്ടിക് പ്രഷർ C1ൻ്റെ ഓസ്മോട്ടിക് പ്രഷർ π1 ഉം C2ൻ്റെ ഓസ്മോട്ടിക് പ്രഷർ π2 ആണെന്ന് കൺസിഡർ ചെയ്യുക. π2 ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരുടെയും എന്ത് കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ അവർ രണ്ടുപേരുടെയും എന്ത് ഈക്വൽ ആയിരിക്കും? ഓസ്മോട്ടിക് പ്രഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലാവും? ഓസ്മോട്ടിക് പ്രഷറും ഈക്വൽ ആയിരിക്കും. അതായത് π1 = C1RT എന്നും π2 = C2RT എന്നും നമുക്ക് പറയാം. അതായത് ഇവർ രണ്ടുപേരുടെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആയിരിക്കും. അങ്ങനെ രണ്ടുപേരുടെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. എന്ത് സൊല്യൂഷൻ വിളിക്കുവാനെ? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്.